ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പണ്, കുക്കറപ്പം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടപ്പോൾ ഞാൻ ഒരു എൻ്റെ താന്നൂരല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായപ്പോൾ ഉണ്ടാക്കിയത് ഇന്നലെ തന്നെ. അപ്പോൾ ഐ ഗോട്ട് സോ മെനി പോസിറ്റീവ് കമൻസ് ഫ്രം മൈ ഹസ്ബൻഡ്. സോ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്, അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കത്താന്ന് വെച്ചു. കാരണം വെച്ചാൽ ഇവരൊക്കെ വിചാരിക്കട്ടെ, വാവ് എൻ്റെ മോള് നന്നായിട്ട് കുക്ക് ചെയ്യില്ലേ, കല്യാണം കഴിപ്പിച്ച് വിടണ്ടേന്നില്ലേ, അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലിങ്ങനെ ഒരു കുത്തൽ വരട്ടെ. ആ കുത്തൽ വരാൻ ആ സ്വന്തം മോളുടെ കൈപ്പുണ്യം അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറപ്പം ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. പച്ചരി, കുറച്ച് അതിലേക്ക് ചോറ്, കുറച്ച് അതിലേക്ക് നമ്മുടെ ചെറിയ ജീരകം, അങ്ങനെ മൂന്നും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാം. ഞാൻ അരക്കട്ടെ കേട്ടോ. അരയ്ക്കൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് വെറുതെ എന്നെ കാണിച്ചിട്ട് എന്തിനാ. നിങ്ങളാരും ഞാൻ ട്രൈ ചെയ്യുന്ന ഈ റെസിപ്പി നിങ്ങളാരും ചെയ്തതെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ അത്ര വലിയ കുക്കറൊന്നുമല്ല. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പച്ചരി അരയ്ക്കണം. 4 മണിക്കൂർ 5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി അരയ്ക്കണം. ആ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് നല്ല ജീരകം ഇട്ട് അരയ്ക്കാം. ഞാൻ അരക്കട്ടെ. നല്ല ഹായ് പറയുമ്പോ ക്യാമറ നോക്കിയിട്ട് ഹായ്, ദിസ് ഇസ് മൈ മദർ. അപ്പൊ ഞാൻ ഇവിടെ അരക്കട്ടെ. കുക്കറപ്പം ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പട്ടോ. നമ്മളിപ്പോൾ അരി കുതിർത്ത് വെച്ച പച്ചരി അരച്ചിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ നല്ല ജീരകവും കുറച്ച് ചോറും ഏലക്കായ വേണമെങ്കിൽ ഏലക്കായ ഇടട്ടോ. എന്നിട്ട് ആ അരച്ച ഇതിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ ശർക്കരപ്പാനം ഒഴിക്കണം കേട്ടോ. ശർക്കരപ്പാനം ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണേ. ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ചെറുകളിട്ട് വാട്ടിയെടുക്കാവേ. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമ്മളിതിൽ കുറച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിക്കുക. നമ്മൾ മാറ്റി വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്കും ജസ്റ്റ് ഒന്ന് വിതറിടുക. അങ്ങനെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കട്ടോ. ലാസ്റ്റ് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ നിന്ന് ജസ്റ്റ് ബബിൾസ് വരുമ്പോൾ സംഭവം സെറ്റാണ്. കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അങ്ങനെ ഇതേപോലെ സെറ്റപ്പം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ മിസാനി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, വളരെ എളുപ്പമാണ്. നമുക്ക് എത്രത്തോളം നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഇറ്റ്സ് മിസാനി, ബൈ. അപ്പോൾ നമ്മുടെ കുക്കറപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഇറ്റ്സ് മിസാനി, ടാറ്റാ.